ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ വെള്ളി നോയമ്പിൻ്റെ 49-ാം ദിവസം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം നാം പരിശോധിക്കുകയാണ് എങ്കിൽ അതിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് ഒരു അത്താഴ സദ്യയാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിൽ ലാസറിനും അവന്റെ സഹോദരിമാർക്കും തന്റെ ശിഷ്യന്മാർക്കും ഒപ്പം യേശു പന്തിക്കിരിക്കുന്നു. തുടർന്ന് 9, 10, 11 വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെ കാണുന്നത് ലാസർ നിമിത്തം പുരുഷാരം യേശുവിൽ വിശ്വസിക്കുക കൊണ്ട് ലാസറിനെ കൊല്ലുവാൻ ആലോചിക്കുന്ന യഹൂദന്മാരെയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ യേശുവിന്റെ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന യവനന്മാർക്ക് യേശുവിനെ കാണണം എന്ന ആഗ്രഹം ഫിലിപ്പോസും അന്ത്രയോസും യേശുവിനെ അറിയിക്കുന്നു. തുടർന്ന് ഗോതമ്പ് മണിയുടെ ദൃഷ്ടാന്തം യേശു അവരോട് പറയുന്നതും ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ ആരാകണം എന്ന തിരിച്ചറിവ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാവണം ക്രിസ്തു ശിഷ്യൻ? ഒന്നാമതായി, ക്രിസ്തുവിങ്കിലേക്കുള്ള വഴിവിളക്കുകളാകണം ക്രിസ്തു ശിഷ്യർ. ബി ദ ബീക്കൺസ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. വഴിവിളക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അനേകർക്ക് വഴികാട്ടിയാകും. തന്നിലൂടെ വഴി അറിഞ്ഞവർ തനിക്ക് മുമ്പ് അനേകം കാതങ്ങൾ താണ്ടിയിട്ടുണ്ടാവാം. എന്നാൽ അത് വീണ്ടും വഴിയരികിൽ എരിഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇനിയും ആർക്കൊക്കെയോ വെളിച്ചം ലഭിക്കുവാൻ വേണ്ടി. ചില മനുഷ്യരും അങ്ങനെയാണ്. അവർ എരിഞ്ഞുകൊണ്ടേ ഇരിക്കും, ചിലർക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടി. അന്ത്രയോസ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ അനേകർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തു. ആദ്യം തന്റെ സഹോദരനായ ശീമോൻ പത്രോസിന്, പിന്നെ വിശന്നിരുന്ന ജനത്തിന് ബാലകൻ മുഖാന്തരം ഭക്ഷണം നൽകുന്നതിന്, പിന്നെ ഇപ്പോൾ യവനന്മാർക്ക്. അന്ത്രയോസ് മുഖാന്തരം വന്ന തന്റെ സഹോദരൻ ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ടും തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടും അവന് യാതൊരുവിധ പരിഭവവും ഉണ്ടായിരുന്നില്ല. നിശബ്ദനായിരുന്ന് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് അവൻ കൊണ്ടുവന്നു. യവനന്മാരെ യേശുവിങ്കിലേക്ക് കൊണ്ടുവന്നപ്പോഴും വഴിവിളക്കായത് അന്ത്രയോസാണ്. യവനന്മാരെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ അവർ അന്വേഷകർ ആയിരുന്നു. അവർക്ക് യേശുവിനെ കാണണം എന്ന ആഗ്രഹം നടപ്പിലാക്കുവാൻ അന്ത്രയോസ് ശ്രമിക്കുന്നു. ഇന്ന് ലോകത്തിന് മുമ്പിൽ മിഴി പൂട്ടി നിൽക്കുന്ന വെളിച്ചമില്ലാത്ത വഴിവിളക്കുകൾ ആവുകയല്ല, മറിച്ച് ക്രിസ്തുവിങ്കിലേക്കുള്ള വെളിച്ചങ്ങൾ ആകുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലയളവ് അത്തരത്തിലുള്ള ഒരു കാലയളവായി മാറണം. ബി ദ ബീക്കൺസ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. രണ്ടാമതായി, ലക്ഷ്യത്തെ മാർഗമാക്കിയവനാകണം ക്രിസ്തു ശിഷ്യൻ. ബി ദ മീൻസ് ടു ദ ഗോൾ. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, മാർഗത്തെ ലക്ഷ്യമാക്കിയവർ. 2, ലക്ഷ്യത്തെ മാർഗമാക്കിയവർ. മാർഗത്തെ ലക്ഷ്യമാക്കിയവർ വിനോദസഞ്ചാരികളാണ്. എന്നാൽ ലക്ഷ്യത്തെ മാർഗമാക്കിയവർ തീർത്ഥാടകരും. ഒരു ക്രിസ്തു ശിഷ്യൻ എപ്പോഴും ലക്ഷ്യത്തെ മാർഗമാക്കിയവനാവണം. യോഹന്നാൻ 12:19 പരീശന്മാരുടെ ഒരു നിരാശ നിറഞ്ഞ പ്രസ്താവനയുണ്ട്. നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന്. സ്വന്തം ജനത്തിലേക്ക് വന്ന മശിഹായെ സ്വന്തം ജനം തള്ളിക്കളയുന്നു. എന്നാൽ 20-ാം വാക്യം തുടങ്ങുന്നത് യവനന്മാരുടെ വരവോടെയാണ്. ലോകത്തിന്റെ വിജ്ഞാന തലസ്ഥാനം എന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഗ്രീസാണ്. മഹാന്മാരായ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ ജന്മസ്ഥലം. ഇവിടെ നിന്ന് വന്നവരാണ് യവനന്മാർ. ഇവരെന്തിനാണ് യെരുശലേമിലേക്ക് വന്നത്? 20-ാം വാക്യത്തിൽ പറയുന്നത് പെരുന്നാളിൽ നമസ്കരിപ്പാനാണ് അവർ വന്നത് എന്നാണ്. ഇവരെന്തിനാണ് യേശുവിനെ തിരയുന്നത്? അവരുടെ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ പൂർണ്ണത അവർ കണ്ടെത്തിയത് യേശുവിലാണ്. പെരുന്നാളിന് വന്നവരുടെ മനസ്സ് ദേവാലയത്തിന്റെ കെട്ടിലും മട്ടിലും ആരാധനയിലും യാഗത്തിലും ഉടക്കി നിൽക്കുമ്പോൾ ഈ യവനന്മാരുടെ മനസ്സ് യേശുവിൽ ഉടക്കുന്നു. പെരുന്നാളുകൾക്കപ്പുറം പെരുന്നാളിന്റെ നാഥനെ അവർ കണ്ടെത്തുന്നു. ആരാധനയിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയരെ, ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്, അവനിലാകുന്നത് നമ്മുടെ ലക്ഷ്യവും മാർഗവുമാകണം. ചുറ്റുപാടുകളിലെ കാഴ്ചകളിലേക്ക്, നിറങ്ങളിലേക്ക് അല്ല, മറിച്ച് നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിങ്കിലേക്ക് ആകണം. അതുമാത്രമല്ല, ലക്ഷ്യത്തെ മാർഗമാക്കുവാനും നമുക്ക് കഴിയണം. മൂന്നാമതായി, ആരാവണം ക്രിസ്തു ശിഷ്യൻ? നഷ്ടപ്പെടുത്തുന്നതിലൂടെ നേടുന്നവനാകണം ക്രിസ്തു ശിഷ്യൻ. ഗെയിൻ ബൈ ലൂസിങ്.
ഗോതമ്പ് കൊയ്തെടുക്കുമ്പോൾ കർഷകന് 2 തരത്തിൽ അവ ഉപയോഗിക്കാം. ഒന്നാമതായി അതിനെ സുരക്ഷിതമായി കൂട്ടി പത്തായത്തിലിട്ട് ഭദ്രമായി കാലങ്ങൾ കാത്തുവെക്കാം. അതല്ലെങ്കിൽ വീണ്ടും വിളവിനായി അതിനെ മണ്ണിലേക്കെറിയാം. പത്തായത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് സേഫാണ്. എന്നാൽ നിലത്തെറിയുന്നത് നഷ്ടം അല്ലെങ്കിൽ ആ വിത്തിന്റെ മരണമാണ്. എന്നാൽ ആ മരണത്തിലൂടെ അത് വളർന്ന് അനേകം കതിരുകൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. യോഹന്നാൻ 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഇവിടെ കർത്താവ് നമുക്ക് മുമ്പിൽ 2 ഓപ്ഷൻസ് വെക്കുകയാണ്. 1 കംഫോർട്ട് സോൺ, അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. 2 റിസ്ക് സോൺ, അവിടെ മരണമുണ്ട്, അഴുകലുണ്ട്. അവിടെ അനേകർക്ക് ഫലം കൊടുക്കുവാൻ നമുക്ക് കഴിയും. ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ പീഡനകാലം എന്നത് നീറോ ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടമായിരുന്നു. എന്നാൽ ക്രിസ്തു സഭ ഏറ്റവും വളർന്നത്, അനേകർ ക്രിസ്തു ശിഷ്യരായത് അക്കാലത്തായിരുന്നു. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്തായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടങ്ങൾ നേരിട്ടിട്ടും അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അനേകർ തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയത് അനേകരുടെ ജീവരക്ഷയ്ക്ക് കാരണമായി തീർന്നു. നമ്മുടെ ശരീരമാകുന്ന വിത്തിനെ നാം ത്യജിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയരെ, ഈ കാലയളവിൽ ക്രിസ്തുവിന്റെ ശിഷ്യരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. പാട്ടുകാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.